ആ ഒരു ട്രക്കിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മോൺസെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ കാണുന്നത്. അതൊരു ചെറിയ ടൗൺ ആണ്. No, another vehicle. I came from Lusaka with this truck. So you are going with the same? No, the truck is going back. There is a big bus there. No, not big bus. I'm taking another truck. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനിതേ ഒരു യോഗട്ടും ഒരു ബിസ്ക്കറ്റും മേടിച്ചിട്ട് വേറെ ഇവിടെ കഴിക്കാനൊന്നും കണ്ടില്ല. ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റ്സ് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ആ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സിറ്റിയിലായതുകൊണ്ട് ലിഫ്റ്റ് കിട്ടൂല. സോ കുറച്ച് അങ്ങോട്ട് മാറിയാലേ ലിഫ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ദൂരമായി നടക്കുന്നു. സിറ്റി കഴിഞ്ഞിട്ടില്ല. കുറേ നടന്ന് ഞാനിതേ ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ നിൽക്കുമായിരുന്നു. കുറേ നേരമായിട്ട് വണ്ടിയൊന്നും കിട്ടുന്നില്ല. സോ ഞാൻ കുറച്ച് ദൂരം കൂടെ നടക്കാമെന്ന് ഓർത്തിട്ടാണ് നിൽക്കുന്നത്. അതിനിടയിൽ ഒരു 100 പേര് വന്നിട്ട് എവിടേക്കാ എന്താ സുഖല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ലിഫ്റ്റ് അടിക്കുന്നത് കുറേ നേരമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെനിക്ക് ഒരു ലിഫ്റ്റ് തന്നിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞു തൊട്ടപ്പുറേ ട്രക്കൊക്കെ കുറേ നിർത്തിയിടുന്ന സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ വരെ ആക്കാമെന്ന്. അവരെനിക്ക് പറഞ്ഞു ഒരുപാടൊന്നും പോകുന്നില്ല എന്ന്. താങ്ക് യു സോ മച്ച്. Okay. Yeah. What's your good name? Brand. Major. Yeah. Major. Brand. Major Nice. brand. അടിപൊളി പേര്. Where are you going? Manungu market. Okay. Yeah. ഈ ആളുകളൊക്കെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ്. അവർക്ക് ആർക്കും പോകാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് എന്നെ സഹായിക്കുകയാണ്. ഞാനവിടെ കുറേ നേരമായി നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ലിഫ്റ്റൊന്നും കിട്ടുന്നില്ല. അവരിങ്ങനെ ട്രക്സിനൊക്കെയാണ് കൂടുതലും കൈ കാണിക്കുന്നത്. ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല എങ്ങോട്ടാന്നൊന്നും. അവർ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്, സൺസെറ്റ് ആയിട്ടുണ്ട്. അവിടെ കുറേ നേരം എന്നെ അവർ സഹായിച്ചു. പക്ഷേ വണ്ടിയൊന്നും നിർത്തുന്നില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ വേറെ എന്തെങ്കിലും ഫ്രോഡാന്ന് വിചാരിച്ചിട്ട് അവർ അതുകൊണ്ടായിരിക്കും നിർത്താത്തത്. കുറേ നേരമായിട്ടും വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. 3:30 മുതൽ 5:30 വരെ ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് നടക്കുവാണ് കുറച്ച് ദൂരം കൂടെ. കുറേ ദൂരം നടന്നു. എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ നടന്നു. അതിനുശേഷം ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറം ഒരു ഫോറസ്റ്റാന്ന് കേട്ടു. അപ്പോൾ അവിടേക്കാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ നിർത്തുമായിരിക്കും. ഇതിങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് നിർത്താൻ പാടായിരിക്കും. ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇരുട്ടാവാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് ആ ഒരു സൈഡിലൊന്നും ഒരു വില്ലേജ് ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഫൈനലി എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറകെ നിന്ന് ഓടി വന്നാണ് കേട്ടോ. ഒരു ട്രക്കാണ്. അവർ ലിവിസ്റ്റോണിലേക്കാണ് പോകണമെന്ന് പറഞ്ഞു. ചോമാന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് അടുത്ത ആളെ കയറ്റുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഗോപ്രോ ഓഫ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ കൊണ്ട് ഫോണിലാണ് എടുക്കുന്നത്. തണുപ്പാണ്. അപ്പോൾ തണുപ്പ് കാരണം ഈ ഗോപ്രോ ഒരുപാട് തണുപ്പായി കഴിഞ്ഞാൽ ഇങ്ങനെ ഓഫ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ കയറിയിട്ടുള്ള വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ വണ്ടി പോകുന്നത് ബോട്സ്വാന. ഇപ്പോൾ ലിവിങ്സ്റ്റോണിൻ്റെ തൊട്ടപ്പുറം സിംബാബ്വേയും ബോട്സ്വാനയാണ്. അപ്പോൾ ബോട്സ്വാന വഴി സൗത്ത് ആഫ്രിക്കയ്ക്കാണ് പോകുന്നത്. അപ്പോൾ പക്ഷേ അവർ ലോങ് ജേണിയാണ്. അവർ എൻഡോള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3000-ഓളം കിലോമീറ്റർ ഉണ്ട്. 3 രാജ്യങ്ങളിലൂടെ കടന്നാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറേ കഴിഞ്ഞിട്ട്, അതായത് നൈറ്റ് ഒന്നും ട്രാവൽ ചെയ്യില്ല, സ്റ്റോപ്പ് ചെയ്ത് ഉറങ്ങും. രണ്ടുപേർക്ക് ഉറങ്ങാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരൻ്റെ വൈഫ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേരുള്ളതുകൊണ്ട് അതിൽ എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ അവർ ഓൾറെഡി ഇന്നത്തെ യാത്ര നിർത്തി. നാളെ മോർണിംഗ് ആണ് അവർ ലിവിങ്സ്റ്റോണിലേക്കെല്ലാം പോകുള്ളൂ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ഒരു സ്ഥലത്ത് ഒരു ഇരുട്ടായിട്ടുള്ളൊരു ബുഷിലാണ് എന്നെ ഇറക്കിയത്. പക്ഷേ അവിടെ പോലീസിൻ്റെ വണ്ടി ഒരു സേഫ്റ്റിക്കായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ലിഫ്റ്റ് അടിക്കുന്നത് കണ്ടിട്ട് പോലീസുകാർ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ രാത്രി ഞാനാണിങ്ങനെ പള്ളിങ്ങനെ കൂട്ടിയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വണ്ടി കയറി പുള്ളി ചില്ലടച്ചുകൊണ്ടാണ് തണുപ്പറിയാത്തത്. അല്ലാതെ ഞാനിങ്ങനെ ഫുൾ കൈ ഡ്രസ്സാണെങ്കിൽ പോലും നല്ല തണുപ്പാണ് ഇവിടെ. ഇപ്പോൾ ഒരു 10 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. അപ്പോൾ അതുകൊണ്ട് നല്ല
റോഡിൽ ഞാൻ വിറച്ച് കൂട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് പോലീസുകാർ പറഞ്ഞു എവിടെ നിൽക്കും എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ പോക്ക് കണ്ടിട്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക അതൊക്കെ യൂസ്ഡായി. സോ പക്ഷെ എനിക്ക് നല്ലൊരു ക്ഷീണം തോന്നുന്നുണ്ട്, ഒരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇന്നലെ തന്നെ അധികം ടൈമൊന്നും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ആള് ലിവിങ് സ്റ്റോണിലേക്കാണ് പോകുന്നത്. ആളും ബോട്സ്വാന വഴി സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കടന്നുറങ്ങുമെന്ന് പറഞ്ഞു. അപ്പം മേ ബി ഞാൻ ഇന്ന് ഇവിടെ തന്നെ ആയിരിക്കും കടന്നുറങ്ങുന്നത്. ആളോട് സംസാരിച്ച് നോക്കണം. കാരണം അദ്ദേഹം ഇവിടെ മുകളിൽ കിടക്കാനുള്ള സ്ഥലമുണ്ട്, താഴെയും കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ ബാഗെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പുതയ്ക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഇപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഹായ്, ഹൗ ആർ യു? I'm fine. How are you? Thank you so much for the lift. No problem. It was so much cold. You see, I was like, it was like shivering. അപ്പോൾ പാവം പുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു കാട് പോലത്തെ ഏരിയ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 സൈഡിലും ബുഷാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ലിഫ്റ്റ് അടിച്ചപ്പോഴാണ് ആളെനിക്ക് ലിഫ്റ്റ് തന്നത്. അങ്ങനെ ഞാൻ ഈ വണ്ടിയിൽ കയറി. ഇപ്പം ഞാൻ ഇന്ന് കയറിയ എല്ലാ വണ്ടി നല്ല അടിപൊളി വണ്ടികളാണ് കണ്ടോ. മൊത്തം ഫുള്ള് ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള നല്ല കംഫർട്ടായിട്ടുള്ള ഇതാണ്. ഭയങ്കര നീറ്റാണ്. ദിസ് ഈസ് എ ന്യൂ വെഹിക്കിൾ. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര ക്ലീനും നീറ്റായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. ഇവിടെയൊക്കെ നോക്ക്, ഒരു ചെളി പോലും ഇപ്പം ഞാൻ ചവിട്ടി കയറ്റിയ ചെളിയാണ്, അല്ലാതൊരു ചെളി പോലും ഇവിടെ കാണുന്നില്ല. ഫുള്ള് അടിപൊളിയാണ്. ഇപ്പോൾ ബെഡാണെങ്കിൽ പോലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ തുറക്കാനും അങ്ങനെ ഫുൾ ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ഒക്കെ ആയിട്ടുള്ളത്. ഇന്ന് രാത്രി അപ്പം ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. പുള്ളിക്കാരൻ ഓൾറെഡി ഭക്ഷണമൊക്കെ കഴിച്ചു. സോ ഞാനിതേ ഈ ഒരു ബിസ്ക്കറ്റ് നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ ഡിന്നറാണ് ഈ ഒരു ബിസ്ക്കറ്റ്. നേരത്തെ ഈ ബിസ്ക്കറ്റ് മേടിച്ച് നന്നായി, അതുകൊണ്ട് ഞാനിന്ന് പട്ടിണിയല്ല. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ഞാനിവിടെ ലിവിങ് സ്റ്റോണിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്. വിൽ മീറ്റ് അഗൈൻ. ബൈ ബൈ. ഓക്കെ, അപ്പോൾ ആളിന് ഇനി ഇവിടുന്ന് ബോട്സ്വാന സൗത്ത് ആഫ്രിക്കയൊക്കെ പോയിട്ട് വെള്ളിയാഴ്ച തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞു. ലുസാക്കയെന്ന് പറ്റുകയും കാണാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വാട്ടർഫോളിലേക്ക് ഒരു 9 കിലോമീറ്റർ ഉണ്ട്. അത് വേറെ റൂട്ടിൽ പോകണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി വാട്ടർഫോളിലേക്ക് ഇച്ചയ്ക്കാണ്. പെട്രോൾ പമ്പിൽ ഞാൻ പോയിട്ട് ഒന്ന് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി ഫ്രഷ് ആയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഞാൻ ഇനി ഹിച്ചൈക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ആ ഒരു വാട്ടർഫോളിലേക്ക്. അവിടെ പോയിട്ട് വേണം നോക്കാൻ എത്ര രൂപയാണ്, എന്താണ് എത്ര ഡോളറാണെന്നൊന്നും അറിയില്ല. ആക്ച്വലി ഒരു $20 എന്തോ ഉള്ളൂ വാട്ടർഫോൾ ദൂരെ നിന്ന് കാണാൻ. പക്ഷെ അടുത്ത് നിന്ന് കാണാൻ $120 എന്തോ ആണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. പിന്നെ അറിയുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അറിയില്ല, അവിടെ പോയിട്ട് നോക്കണം എത്രയാവും എങ്ങനെയാന്നൊക്കെ. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. വാട്ട്സ് യുവർ ഗുഡ് നെയിം? Evik. Evik. Yes. This is Dry Mansi. Yes. It's a river. No, it's how can I say it? It's also a joint thing. It's a joint to Victoria. Victoria. Okay. Yes. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു റിവർ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നത്. അവിടെയൊക്കെ റെയിൻബോന്റെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് ദൂരെ നിന്ന് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനുള്ളത്. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്, ഫുള്ള് റെയിൻബോ ഒക്കെ ആയിട്ട്. ഇവിടെ ഞാനിത് ഒരു ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് റേഞ്ച് ഒക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. സാമ്പിയയിലെ ആൾക്കാരുടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഓരോ കൺട്രിക്ക് അനുസരിച്ച് ഡിഫറെൻ്റ്. എനിക്ക് തോന്നുന്നു ഓൾ ഫോറിനേഴ്സിന് $20 വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് തൊട്ടപ്പുറയാണ് സിംബാവെ. ഞാൻ പറഞ്ഞില്ലേ ഈ വാട്ടർഫാൾ വിഭജിച്ച് കിടക്കുവാണ് അവിടെയും ഇവിടെയായിട്ട്. സോ ഈ ഒരു ട്രക്സ് എല്ലാം സിംബാവയിലേക്ക് പോകാനുള്ളതാണ്. ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാണ്. അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകട്ടോ കുരങ്ങന്മാരെല്ലാം. തൊട്ടപ്പുറം എന്ന് പറഞ്ഞാൽ ഇത് അവിടെയാണ് ആ ബോർഡർ കാണുന്നത്. അപ്പോൾ വാട്ടർഫാളിൽ പോകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആ ബോർഡർ ഇങ്ങനെ ടച്ച് ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ മുകളിലിങ്ങനെ ഫ്ലൈ ചെയ്ത് നമുക്ക് പോകാനൊക്കെ പറ്റും. ആ ഒരു ഹെലികോപ്റ്ററിൽ നമുക്ക് ഇങ്ങനെ പോയിട്ട് അതിന് ചുറ്റും നമുക്ക് കറങ്ങി കാണാൻ പറ്റും. പിന്നെ ബഞ്ചി ജമ്പിങ് ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. എനിക്ക് പക്ഷേ ഇവിടെ നിന്ന് ജസ്റ്റ് ദൂരേന്ന് ഒരു $20 കൊടുത്തിട്ട് കാണാനല്ല എൻ്റെ പ്ലാന്. ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക,
ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ വാട്ടർഫാൾസ് എന്ന് പറയുമ്പോൾ സാധാ വാട്ടർഫാളിൽ എങ്ങനെയാണ് കയറുക, നമ്മൾ താഴേന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് കുറച്ച് അഡ്വഞ്ചറാണ്. പക്ഷേ ഞാനത് മനസ്സിലിങ്ങനെ കണ്ട് ആഗ്രഹമായി. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. പോലും $120 എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമല്ല. 120 ഞാൻ കേട്ടത്. അതെനിക്കറിയില്ല ഇനി കൂടുതലാണോ കുറവാണോ എന്ന്. അപ്പോൾ പക്ഷെ അത് ഞാൻ മനസ്സിലത്ര ആഗ്രഹിച്ചു പോയി അങ്ങനെ പോകാനായിട്ട്. നല്ല പേടിയാണ് എനിക്ക് വെള്ളം, എന്നാലും നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് ലിവിങ്സ്റ്റോൺ പോകുന്ന വഴിക്കാണ് അതിൻ്റെ എന്തോ ഓഫീസ്. വി നീഡ് ടു ഗോ ബാക്ക് ലിവിങ്സ്റ്റോൺ, റൈറ്റ്? The way we'll get the place. She told me some poster or something. It's in a green office. Yeah, that's right. Okay, we'll see there. പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. ഞാനിങ്ങനെ വ്ളോഗറാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആളും എന്താ പറയുക, എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്നെ ഹെൽപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അവിടെ ഞാൻ സംസാരിച്ചപ്പോൾ $120 തന്നെയാണ് അവർ പറഞ്ഞത്, ഒരു മാറ്റമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ സൈക്കിൾ ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറും കൂടെയാണ്. അപ്പോൾ ആൾ $65 പോയത്. ആൾക്കൊരു 3 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ആൾ $65 അങ്ങനെ പ്രൊമോഷൻ പോലെ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. ഇത് ഈ ഒരു ബോട്ടിലൊക്കെ നമുക്ക് പോകണം, കുറേ നടന്നും കുറേ അഡ്വഞ്ചറായിട്ട് പോകണം. എനിക്കിങ്ങനെ കൊതിയായിട്ട് പോയി. ഞാൻ അവരോടൊക്കെ പെട്ടെന്ന് സംസാരിച്ച് എന്തായാലും ഇന്ന് നടക്കൂല പോകുന്നത്. അപ്പോൾ മേ ബി നാളെ മറ്റന്നെയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. Hello. Are you enjoying? Let's go. We do the angel. ഇത് കെൽവിൻ, റൈറ്റ്? കെൽവിൻ. അപ്പോൾ നമ്മൾ ഗൈഡ്, യു ആർ ദ ഗൈഡ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ പോവാണ്. ഇന്ന് പോയില്ല എന്നാണ് ഓർത്തത്. പക്ഷേ ഞാൻ ഇവരായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം അവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു $65 എനിക്ക് ഇത് പോകാൻ പറ്റി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവരെല്ലാം ഒരു പാക്കേജ് പോലെയാണ്. വന്നിട്ട് നമുക്ക് അങ്ങനെ പോകുന്നതെല്ലാം. നമ്മൾ ആദ്യം ബോട്ടിൽ പോകണം. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. ബാക്കി എല്ലാവരുടെയും കൂടെ ഒരാൾ 2 ആൾ 3 ആളൊക്കെ ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണ്. താങ്ക് യു. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നനിയുമല്ലോ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഇത് ഇവിടെ ഉണ്ടോ കുറേ ആൾക്കാരുണ്ട്. ഓരോ ആളുകളും വേറെ വേറെ രാജ്യത്തുള്ള ആളുകളാണ് കേട്ടോ. ഇവിടെ നമ്മൾ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ലിവിങ്സ്റ്റോൺ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ചുറ്റും വെള്ളമാണ്. അങ്ങനെ ഒരു ഐലൻഡിലാണ് എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ ഇൻക്ലൂഡാണ് എല്ലാം. അപ്പോൾ ഇവിടെ നമ്മളിത് ഇത് വെക്കണം. നമ്മളുടെ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇവിടെ സേഫ് ആയിട്ട് വെക്കണം. ഹായ്. Okay, so this is Mayo. As I said, it's our local drink made out of maize corn or maize meal, flavored with banana, non-alcoholic. Sugar is added for energy and taste. It's an energy drink. Oh, thank you. Okay, so this is the Louis view. Yeah, so on the middle is for the ladies, and on the far right for the gents. Yeah, but then when we come back maybe from the swimming, because maybe it will be a little bit cold in your cold clothes, maybe you'll quickly rush before your breakfast to come and change. So you come and change from here. This is our changing room. Is that okay? Yes. Yeah, otherwise please be mindful that as you have seen there, that that's a loo with a view, meaning that it is the bathroom with an opening on the river frontage. Yeah, it is open on the other side. Okay. Who has the view? I guess we have all our swimming clothes on. Yes. Okay, we have our swimming clothes on? Yes. Okay. Okay. Yeah.
know everyone is excited about the pool, but safety is the first priority. And we are in the first boat. I would like us to enjoy the Angel Pool first, so that when we come back, we can enjoy the other part of the falls before the breakfast. So I'd like you to have patience with me because I'll be taking one at a time. Is that okay? Yeah. So enjoy me this way. Oh no. എന്ത് ബ്യൂട്ടിഫുൾ അതൊക്കെ. എൻ്റെ അമ്മോ, റെയിൻബോ എല്ലാം എനിക്ക് വയ്യ. സൂപ്പർ. നമ്മളിത് അതിൻ്റെ ഏറ്റവും എഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. സേഫ്റ്റി മസ്റ്റാണ്, കാരണം ഇതിന് താഴേക്ക് അത്രയും വലിയൊരു വാട്ടർഫാളാണ്. നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. വാട്ടർഫോളിൻ്റെ എഡ്ജിലേക്ക് ഫസ്റ്റ് ഒരു പുള്ളിക്കാരി പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് കിടക്കും. ആ ഒരു കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ, ആള് അവിടെ നിന്നിട്ട് താഴെ നിന്നിട്ട് കാല് പിടിക്കും, നമ്മളെ കിടക്കും. അങ്ങനെയാണ് കിടക്കുക. അപ്പോൾ എന്താ പറയുക, ആൾക്ക് സേഫ്റ്റി ഉണ്ട്, കാരണം ആൾ ഒരു റോപ്പിൽ ആളുടെ ശരീരത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ സേഫ്റ്റി എന്ന് പറയുന്നത് അവർ നമ്മളെ പിടിക്കുന്നതിനനുസരിച്ചാണ് നമ്മളുടെ സേഫ്റ്റി വരുന്നത് കേട്ടോ. ഫുള്ള് റെയിൻബോ ആണ്, എവിടെ നോക്കിയാലും റെയിൻബോസ് ആണ്. പിന്നെ ഗൈഡെല്ലാം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കും, അതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം കറക്റ്റായിട്ട്. അങ്ങനെ ഞാനും പോവാണ്. ആ ഒരു ഗൈഡിൻ്റെ കൈ പിടിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ നെഞ്ചെല്ലാം കിടന്ന് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റൊക്കെ കാരണം പിന്നെ ഞാനങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞത് നല്ല റിസ്ക്കാണ്, പക്ഷേ എന്താ പറയുക, ഒരാഗ്രഹം കൊണ്ട് പോകുന്നതാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല അടിപൊളി വ്യൂ എല്ലാം കേട്ടോ, നൈസാണ്. വീഡിയോ ഒന്നും നേരം പോലെ അവരെടുക്കാൻ സമ്മതിക്കില്ല, കാരണം എൻ്റെ ഫോണൊക്കെ ആ പുള്ളിക്കാരൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫോണും ക്യാമറയൊക്കെ അവർ എടുത്തിട്ട് അവരാണ് വീഡിയോയിൽ എടുത്തു തരിക. അപ്പോൾ എനിക്കാണെങ്കിൽ പേടിയൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നൊന്നും അവർ കേൾക്കാനൊന്നും റെഡി ആവില്ല. എഡ്ജ് എത്താറായപ്പോഴേക്കും എനിക്ക് ടെൻഷനായിട്ടോ. ഇത് നോക്കി എത്ര വെള്ളമെന്ന്, ഭയങ്കര ഒഴുക്കിലാണ് പോകുന്നത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടില്ല എന്ന് പറയാം, അത്രക്കും റിസ്ക്കാണ്. എനിക്ക് പിന്നെ അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പോകുന്നു. ഞാനിപ്പോൾ 2 കൈയൊക്കെ പിടിച്ചിട്ടിട്ട് ആളിപ്പുറം നിന്നിട്ട് പിടിക്കുന്നുണ്ട്, അപ്പുറമുണ്ട്. എൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സേഫ്റ്റി ഇല്ല, ഒന്ന് പോയാൽ പോയി, എന്നെ കൊണ്ട് പോകും ആൾ. പേടിച്ചിട്ട് ഞാൻ പകുതി ചത്തുപോകും. അവിടെ പോയിട്ട് ഞാൻ കിടന്നില്ല, എല്ലാ ആളുകളും കിടക്കുന്നുണ്ട്, ഞാൻ മാത്രം കിടക്കാതിരുന്നത്. എനിക്ക് കിടക്കാൻ പേടിയായിരുന്നു, കാരണം ഏറ്റവും അറ്റത്ത് പോയിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു ആൾ കാല് പിടിക്കുന്ന ഒരു സേഫ്റ്റി മാത്രമാണ്. സോ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ കിടന്നില്ല. നോക്കി നിൽക്കുന്തോറും ഇതിന് കൂടുതൽ ഭംഗി തോന്നുന്നു. എന്ത് രസമാണ് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഓരോ ആളുകളായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ റെയിൻബോ ബാക്കിലുള്ളതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇടുന്നവരെയൊക്കെ കാണാൻ കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അവിടെ കണ്ട അറ്റത്ത് പോയി കിടക്കുന്നത്, അങ്ങനെ കൈ വീശി കിടക്കുവാണ്, വേറെ പ്രൊട്ടക്ഷനൊന്നുമില്ല. ആ കാല് ആൾ പിടിച്ചേക്കുക, കാല് വിട്ട് കഴിഞ്ഞാൽ തീർന്നു, ഏറ്റവും എഡ്ജിലാണ് പോയി കിടക്കുന്നത്. അങ്ങനെ കിടക്കാനാണ് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കിടക്കാഞ്ഞ്. ഇവിടെ വന്ന എല്ലാ ആളുകളും ആ അറ്റത്ത് പോയിട്ട് അങ്ങനെ കിടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാൻ മാത്രമാണ് പോവാതിരുന്നത് കേട്ടോ.
ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ ലൈഫ് റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഹാപ്പിയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടു. Local name is Musi or Tunya. Musi or Tunya simply means the smoke that thunders. And it is 1.7 kilometers wide, which is about a mile. I would like us to understand everything where we are. So, we have it as our Victoria Falls. The local name is Musi or Tunya, which means the smoke that thunders. Musi just actually the mist or the spray. Tunya is the sound or the thundering. So the local people, they get the two names, join them together and having one name. Musi or Tunya as the smoke that thunders. It's 1.7 kilometers wide, which is about a mile and a quarter, and 110 meters as the height, 310 feet. All of this, Zambia. We see the green trees behind over there, Zambia. This part here, Zimbabwe. Then this part dries off. October completely dry. You can't see anything. All of this dry. April and May, water will just come behind you there where you're standing. Meaning all of this will be covered in water. I know you understand that the southern and central. So dry season also people will come here to People, see? they come here. They come. Yeah. That's when they do the swimming at the Devil's Pool. But you don't have this. Yeah, I want to take you to the Devil's Pool after this. At the time when we do this, please, you don't have this. This is completely dry. Okay. So this is the best time when you can enjoy the view, understand the waterfall, and also you do the swimming on the edge of the falls. Because when you do the Devil's Pool, you don't have this. Is that okay? Yes. Right, we have the plaque of Livingstone showing the date, 16th November 1855. But please, he did not discover the falls. The local people had already known it before. So it's commemorated of taking the rest of the news about the falls to the rest of the world. Is that okay? Yes. Any questions? Everything clear? So Devil Pool is which side? On the other side where we are taking you, where I say. Okay. So from here, we're gonna go down there. We'll show you the bottom part of the falls. Please, the safety is the number one priority. One at a time. When you are done, you give chance someone next to you. Is that okay? So David is gonna lead us down there. എൻ്റെ അമ്മ ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് വാക്കുകൾ. അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഓരോ സ്ഥലവും ഓരോ സൈഡും ഓരോ കോർണറും. എൻ്റെ അമ്മ ഈ മുകളിൽ ഇങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ, അത് ആളുകൾ പോകുന്നതാണ് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ എല്ലാം കണ്ടിട്ട് വാട്ടർഫോളിൻ്റെ അടുത്ത് കൂടെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണെന്ന്. പിന്നെ എനിക്ക് പേടിയുമാണ്, കാരണം ഇവിടുത്തെ എന്താ പറയുക, മലാവിയിൽ തന്നെ വൈസ് പ്രസിഡൻ്റൊക്കെ പ്ലെയിൻ ക്രാഷിലൊക്കെയാണ് മരിച്ചു പോയത്. അപ്പോൾ അവർക്ക് പറ്റുമെങ്കിൽ നമ്മൾക്കൊക്കെ സിമ്പിളായിട്ട് ഇവിടെയൊക്കെ സിമ്പിളായിട്ട് എന്താ പറയുക, ഒരുപാട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെറിയ എയർപ്ലെയിൻസും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് കണ്ടാൽ പോകുന്നതെന്ന്. ഞാൻ പിന്നെ അങ്ങനെ സ്വിമ്മൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ സ്വിം ചെയ്യാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ പോകുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തെ ആൾക്കാരാണ്. അവരൊക്കെ അടിപൊളിയായിട്ട് സ്വിം ചെയ്യും, വെള്ളവും പേടിയില്ല. ഞാൻ ഒറ്റയ്ക്ക് വെള്ളവും പേടി. എന്നിട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പോലും. എന്നാലും അവിടെ പോയിട്ട് കിടക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കുമായിരുന്നു. എന്നാലും ഫുൾ അറ്റത്ത് പോയി കിടന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല. ലൈക്ക് പോയി കിടന്നിട്ടുമില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഫോട്ടോയും വീഡിയോയും അവിടെ കിടക്കുന്നേക്കാൾ ആഗ്രഹം എൻ്റെ എന്താ പറയുക, അതിൻ്റെ വാല്യൂ ഞാൻ കൊടുക്കുന്നത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ മഴ പെയ്യുന്ന പോലെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഉണ്ട്. അങ്ങോട്ടൊക്കെ എവിടെ നോക്കിയാലും റെയിൻബോ ആയിരിക്കും. അതുകൊണ്ടോ? This is Devil's Pool? Yeah, the Devil's Pool. You see that little tree on the edge? Yes, yes. Yeah, a little bit on the right. The water is facing us. Okay. But then the flat part on top, that's the Devil's Pool. Normally how to get there, this part will dry. You swim in that boat of water to go around. Oh, okay. Yes. So if I don't know swimming, I can't go. Yes. അപ്പോൾ ഡെവിൽസ് പൂളിൽ വരാത്തത് നന്നായി. ഞാൻ വല്ല സോ വിച്ച് ഇസ് ദ സീസൺ ടൈം ഫോർ ഡെവിൽസ് പൂൾ?
The devil's pool, that's what I say, like, it's only requires somebody who can swim. No, yeah, that's, but which time, which month? That is September, starting from August. Oh, starting from August, okay. Yeah, so now if I'm at point where... അപ്പോൾ നീന്തൽ അറിയാത്തവർക്ക് വരാൻ പറ്റില്ല. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ആണ് ഈ ഒരു ഡെവിൾസ് പൂളുള്ള. ഇതാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ. പക്ഷേ നീന്തൽ അറിയാണ്ട് നമുക്ക് പോകില്ല. കാരണം ഇവിടെ എല്ലാം ഡ്രൈ ആയിരിക്കും. ആ സൈഡ് നമുക്ക് നല്ല ആഴമുണ്ട്. അവിടെ നമ്മൾ നീന്തിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. നീന്താൻ അറിയാത്തവർക്ക് പോകാനും പറ്റില്ല. ഭാഗ്യം ഞാൻ ഈ ഒരു ടൈമിൽ വന്നത്. എനിക്ക് ഏഞ്ചൽസ് പൂൾ കാണാൻ പറ്റും. നമ്മുടെ കാലൊക്കെ അവർ കഴുകിച്ച് തരും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് Can you sit here, right? Yeah. കണ്ടോ, കാല് ചൂട് വെള്ളത്തിലാണ് അവർ കഴിച്ചു തരാം. എന്നിട്ട് നമുക്ക് നമ്മളെ ഷൂ എല്ലാം ഇടാൻ പറ്റും. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇതേ ഈ ഒരു വ്യൂ എല്ലാം കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. എന്ത് ബ്യൂട്ടിഫുള്ളാന്നൊക്കെ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഫുഡാണുള്ളത്. ഏത് വേണേൽ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഒരെണ്ണം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പൊറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കണ്ടോ. യോഗട്ടും ഓട്സും എല്ലാം കൂടെ ആയിട്ടുള്ളത്. അല്ലാത്തതെന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഫുഡാണുള്ളത് കണ്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു ബീഫോ അല്ലെങ്കിൽ പോർക്കോ ആയിരിക്കും. പിന്നെ സാലഡ്സും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആണ്. ദിസ് വൺ ഈസ് ലൈക്ക് പോർക്ക് ഓർ ബീഫ്. വാട്ട് കൈൻഡ് ഓഫ് ദിസ് വൺ? Bacon. ബേക്കൻ. യെസ്, ഓക്കെ. അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. How was the experience? Yeah, very good. You like it? Yes, very much. പുള്ളിക്കാരായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. ഹോങ്കോങ്ങിലുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഹോങ്കോങ്ങിൽ വരുമ്പോൾ ഞാൻ അവിടെ വരാൻ കാണാന്നൊക്കെ. അത് ആളുടെ ഹസ്ബൻഡാണ്. Hi, how are you? Hi, I'm good. Thank you. You like that? Yeah, just a bit cold, but it's amazing. It's good. അപ്പോൾ ഇത് രണ്ടുപേരും കപ്പിൾസ് ആണ്. ഹാരിന്റെ അമ്മയാണ് ഇപ്പോൾ ഇത്. നമ്മുടെ കൂടെ കുറച്ച് വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നൈസായിരുന്നു. നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ പോയി ഇതൊക്കെ ഇവിടെ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. It was so nice. Thank you so much. It is so beautiful. It's amazing. Thank you so much. Bye bye. Huh? Are you staying at? Me, I'm going to stay at Jolly's Backpackers Lodge. Okay. It's in Livingstone. Okay. How are you going back? Yeah. How are you going back? How? Me, I'm taking lift. Okay. Bye. Bye bye. Bye. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനിത് ഇവിടുന്ന് അടുത്ത വണ്ടി ഞാൻ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവർ നാഷണൽ പാർക്ക് ആയതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഒറ്റയ്ക്ക് വിടില്ല. കാരണം നടക്കാനൊന്നും സമ്മതിക്കില്ല. എന്താ പറയുക, ഇവിടെ മൊത്തം എലിഫൻസും അങ്ങനെ പല അറ്റാക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ വിടില്ല. അതുകൊണ്ടാണ് ഞാൻ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചോട്ടെ എട്ടാണ്. ഹായ്, where are you going? I'm going the town. Can you give a lift? I'm going to Radisson. We are on pick up things. It's okay. Wherever you go, it's fine. No, it's a company. It's a company vehicle. No, just few kilometers. It's fine. Ah. എന്തിനു പിന്നെ അവർ നിർത്തിയത്? ആ പുള്ളി പോവുകയും ചെയ്തു. ഞാൻ കയറി പോയിട്ടില്ല. ഞാൻ നൈസായിട്ട് കുറച്ച് നടക്കാൻ പോകുന്നു. ആനയൊന്നും കുത്തി ചാവാതിരുന്നാൽ മതി. കാരണം ഇത് ഫുള്ള് ഫോറസ്റ്റാണ്. കഴിഞ്ഞ ദിവസം കണ്ട ആന കുത്തി മരിച്ചെന്ന് പറഞ്ഞ്. പകൽ സമയത്ത് അധികം ആനയൊന്നും ഉണ്ടാവില്ലായിരിക്കും. അവരെന്തിനാ പിന്നെ നിർത്തിയത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് കമ്പനി റൂളാണ്, പറ്റൂല എന്നൊക്കെ പറഞ്ഞത്. വീണ്ടും നിർത്തിയേക്കുന്നു. വീണ്ടും ഇനി എന്നെ കയറ്റാനാണോ? എന്നെ വിളിക്കുന്നുണ്ട്. ഇതേ കൈ കൊണ്ട് വാ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അവർക്ക് എൻ്റെ ദയനീയ അവസ്ഥ കണ്ട് എന്നെ സഹായിക്കാമെന്ന് ഓർത്താന്ന് തോന്നുന്നു. പാവം. ആ വണ്ടിയിലുള്ള ആൾക്കാർ ഇവിടെ വരെ ഉണ്ടായിരുന്നില്ല, ഇങ്ങോട്ട് പോയി. സോ ഇനി ഇവിടുന്ന് വീണ്ടും വേറെ വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിക്കണം. എന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഇവിടെ കൂടുതലും ടാക്സീസൊക്കെയാണ് കാണാനുള്ളത്. സോ ഞാൻ ഇവിടുന്ന് ഇനി വേറെ ഇങ്ങോട്ടേക്ക് പോവാണ്. ഈ വീഡിയോനകത്ത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.